കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ യുവതീ-യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ന്യൂ ഇയർ രാത്രിയിലാണ് അഭ്യാസ പ്രകടനം അരങ്ങേറിയത്. ഇരുവശത്തെയും ഡോറിൽ തൂങ്ങി നിന്ന് അപകടകരമായ രീതിയിലായിരുന്നു യാത്ര. ഹൈക്കോർട്ട് സുഭാഷ് പാർക്ക് റോഡിലായിരുന്നു ആഡംബര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ രാത്രിയിലും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് മാത്രം 8 മരണമാണ് വാഹനാപകടങ്ങളിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനിടയിലാണ് ഈ കാഴ്ച കാണുന്നത്. ഈ അഭ്യാസ പ്രകടനം നടത്തിയവർക്കെതിരെ നടപടിയായിട്ടുണ്ടോ? അക്ഷയ്, ന്യൂ ഇയർ രാത്രിയിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യമാണ് പുറത്തു വരുന്നത്. 3 ആഡംബര വാഹനത്തിന്റെ ഡോറിൽ യുവാക്കളും യുവതികളും ഒക്കെ തൂങ്ങിക്കിടന്ന് യാത്ര തുടരുന്നു. അത്യാവശ്യം വേഗതയിൽ തന്നെ മറ്റു വാഹനങ്ങളെ വെട്ടിച്ചൊക്കെ കടന്നു പോകുന്നതും ആ ദൃശ്യങ്ങളുടെ അവസാന ഭാഗത്ത് കാണുകയും ചെയ്യാം. ഇത് എടുത്തു പറയേണ്ടത്, ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ സ്പെഷ്യൽ സ്ക്വാഡ് നഗരമൊട്ടാകെ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നഗര കേന്ദ്രത്തിൽ ഹൈക്കോടതി ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ എറണാകുളം ജില്ലയുടെ ഒരു കേന്ദ്രമാണ്. ആ ഹൈക്കോടതി ജംഗ്ഷൻ, ക്യൂൻസ് വാക്വേ, ഒപ്പം സുഭാഷ് പാർക്ക് റോഡ്, ആ പ്രദേശങ്ങളിലൂടെ ഈ യുവാക്കൾ ഇങ്ങനെ അഭ്യാസ പ്രകടനം നടത്തിയത്. അത് സൺറൂഫിലും നിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇരുവശത്തെയും ഡോറിലും തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളിൽ കാണാം. അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. വാഹനങ്ങളൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഇത് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വാഹനങ്ങൾ ഹരിയാന രജിസ്ട്രേഷനാണ്, ഒരു വാഹനം എറണാകുളം രജിസ്ട്രേഷനാണ്. BMW, ഓഡി വാഹനങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെയാണ് ആ ഡോറിൽ തല പുറത്തിട്ട് തൂങ്ങി നിന്ന് ഈ യാത്ര എന്നത് എടുത്തു പറയണം. എന്തായാലും ഈ പോലീസിന്റെ ശ്രദ്ധയിൽ, മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട് എന്നതാണ്. ആ ഭാഗത്തൊക്കെ പരിശോധന ഉള്ളതാണ്. കാരണം പ്രധാന കേന്ദ്രമാണ്, ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല, കണ്ണിൽ പെടാതെ പോയി എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി ക്രമസമാധാന ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ പരിശോധനയും നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കണ്ണിൽ പെട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. അതിനപ്പുറത്തേക്ക് ഈ ആഘോഷങ്ങളൊക്കെ ആകാം, പക്ഷെ അതിര് കവിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് ആപത്ത് വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ടാണ് ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത്.